ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഉമ്മച്ചി കുട്ടീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റേഷനറി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തക്കാളി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ സ്റ്റൗ ഒത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേണ്ട നമുക്ക് ഒരു സവാള അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം 2 തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മീറ്റ് മസാല. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്. ഇനി വേണ്ടത് 500 ഗ്രാം റേഷനരിയാണ്. ഞാനിവിടെ റേഷനരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റേഷനരി നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇത് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5-6 വിസിൽ വരെ കേൾക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇവിടെ തക്കാളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഒരുപാട് റേഷനറി കിട്ടും. ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ് മിക്കവരുടെ വീട്ടിലും. അപ്പോൾ നമുക്ക് ആ റേഷനറി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളിച്ചോറാണിത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.